ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലെ മോശം പ്രകടനം കാഴ്ചവെച്ചതിനു പിന്നാലെ രോഹിത് ശർമ്മയുടെ നായകസ്ഥാനത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇനിയും രോഹിത് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യയുടെ നായകനായി തുടരണമോ എന്ന ചോദ്യമാണ് ഉയർന്നത്. ഈ സമയത്ത് രോഹിത്തിൻ്റെ പിൻഗാമിയെ കണ്ടെത്താനായി ഇന്ത്യൻ ടീം ശ്രമിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്നാൽ രോഹിത്തിൻ്റെ പിൻഗാമിയായി ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായ ഗൗതം ഗംഭീറിനും സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായ അജിത് അഗർക്കറിനും വ്യത്യസ്തമായ നിലപാടാണുള്ളത് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ടീം ഇന്ത്യയുടെ യുവതാരമായ യശസ്വി ജയ്സ്വാളിനെ അടുത്ത നായകനായി നിയമിക്കണമെന്ന നിലപാടാണ് ഗംഭീറിനുള്ളത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ അഗർക്കർ നേതൃത്വം നൽകുന്ന സെലക്ഷൻ കമ്മിറ്റിക്ക് ഋഷഭ് പന്തിനെ നായകനായി നിലനിർത്താനാണ് താൽപ്പര്യമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിലെ ഇന്ത്യയുടെ ഉപനായകനായ ജസ്പ്രീത് ബുംറയെ തുടർച്ചയായി പരിക്കുകൾ പിടികൂടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മറ്റു താരങ്ങളിലേക്ക് ക്യാപ്റ്റൻസി ചർച്ചകൾ പുരോഗമിച്ചത് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇനി അഥവാ ബുംറ തന്നെ ഇന്ത്യയുടെ ടെസ്റ്റ് നായകനായാലും ഉപനായകനായി ഒരാൾ വേണമെന്ന നിലപാടാണ് നിലവിലെ ടീമിനുള്ളത്. അങ്ങനെയെങ്കിൽ ശക്തനായ ഒരു ഉപനായകനെ ഇന്ത്യക്ക് വേണമെന്ന് സെലക്ടർമാർ പറയുന്നു. അങ്ങനെയെങ്കിൽ ബുംറയ്ക്കൊപ്പം യശസ്വി ജയ്സ്വാളിനെ ഉപനായക പദവിയിലേക്ക് ഉയർത്താമെന്നാണ് ഗംഭീറിൻ്റെ പക്ഷം. പക്ഷേ ഇത്തരത്തിൽ ഉപനായകനാവാൻ ഏറ്റവും ഉത്തമം പന്താണ് എന്ന് സെലക്ടർമാരും പറയുന്നുണ്ട്. ഓസ്ട്രേലിയൻ പര്യടനത്തിലെ പ്രകടനം വിലയിരുത്താനായി ഒരു യോഗം കൂടുകയുണ്ടായിരുന്നു. ഇതിൽ BCCI അടുത്ത നായകനെ കണ്ടെത്തുന്നതുവരെ ഏകദിനങ്ങളിലും ടെസ്റ്റ് മത്സരങ്ങളിലും രോഹിത് തന്നെ തുടരണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഇതുമാത്രമല്ല, പുതിയ നായകനെ ടീം മാനേജ്മെൻറ്റ് കണ്ടെത്തുകയാണെങ്കിൽ അവന് പൂർണ്ണമായ പിന്തുണ താൻ നൽകുമെന്നും ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിനുശേഷമാണ് ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത് തന്നെ ടീം ഇന്ത്യയെ നയിക്കണമെന്ന തീരുമാനത്തിൽ BCCI എത്തിയത്.